8 പേർ മാത്രം ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. ബിന്നിക്ക് ഒരു സ്പെഷ്യൽ പവർ കൊടുത്തു. ഇമ്മ്യൂണിറ്റി പവർ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പക്ഷെ ബിന്നി ബുദ്ധിയോടുകൂടി കളിച്ചു. മാത്രമല്ല, ആര്യൻ ആദ്യമായിട്ട് നോമിനേഷൻ ഫ്രീ ആയി. ആര്യൻ വീക്ക് 1, വീക്ക് 2, വീക്ക് 3 ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ വീക്ക് മാത്രം രക്ഷപ്പെട്ടു. വീക്ക് 1, 2, 4, 5, 6, 7, 8 9 ഫ്രീ ആയി. ബാക്കി എല്ലാ വീക്കും ആരും നോമിനേറ്റഡ് ആണ്, ആ ക്യാപ്റ്റൻ ആയിട്ടുള്ള വീക്ക് ഒഴിച്ച്. ആരും നോമിനേറ്റഡ് ഫ്രീ ആയി. സാബുമാനെ നിങ്ങൾ പേടിക്കേണ്ട, ആരും പേടിക്കേണ്ട. സാബുമാൻ ഈ ആഴ്ചയും സേഫ് തന്നെ ആയിരിക്കും. മിക്കവാറും വേറെ എവിടെ ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും പുറത്ത് പോകുന്നത്. നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു അൺഫെയർ എവിക്ഷൻ വീണ്ടും നടക്കും. എനിക്ക് സാബുമാന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. സാബുമാൻ ഇനിയും അവിടെ ടോപ്പ് 5 അടിക്കാനായിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തൊക്കെയാണ് ലൈവിൽ നടന്നിരിക്കുന്നത്? അനീഷിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മോനെ പണ്ടത്തെ പോലെ കളിച്ചാൽ മതി, ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ മതി, പൊളി പൊളി പൊളി. അനീഷിന്റെ അമ്മയും അനിയനും പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ ഈ പറയുന്ന വീട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അനീഷിന്റെ അമ്മയും അനിയനും കൂടെ, അനീഷും കൂടെ വന്ന് 3 പേരുടെ സോഫ ഇരിക്കണം. നല്ല ഹിന്റ് അനീഷിന് കിട്ടി. അനീഷിന്റെ അമ്മ പറയാണ്, നീ വന്ന് കയറിയപ്പോ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ നീ കളിച്ചാൽ മതി, അതാണ് കാര്യം. അപ്പം ഈ പറയുന്ന അനീഷിന്റെ അനിയൻ അബീഷ് പറയാണ്, നീ ഇതുവരെ എങ്ങനെ എത്തി, അതുപോലെ തന്നെ നീ ഒറ്റയ്ക്ക് കളിക്കേ. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. കാരണം ഷാനവാസിന്റെ കൂടെ ചേർന്ന് അനീഷിന്റെ ഗെയിം താഴോട്ട് പോകുന്ന ഒരു തുടക്കമാണ്. അപ്പൊ ഇങ്ങനെ ഇതിനേക്കാൾ വലുതായിട്ട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. ഇത്രയും പറഞ്ഞു കൊടുത്തു. അതിന്റെ പുറത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ നന്ദി പറയാനും പറയുന്നുണ്ട്. അപ്പൊ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അനീഷിന് മനസ്സിലാവുന്നുണ്ട്, നാട്ടിലുള്ള എല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസിന് അങ്ങനെ അധികം ഹിന്റൊന്നും കിട്ടുന്നില്ല. ഷാനവാസ് ഇട്ട് തുരക്കുന്നുണ്ട്, പക്ഷെ അധികം ഒന്നും ഷാനവാസിന്റെ വൈഫും പറയുന്നില്ല. മോളുടെ അടുത്തുനിന്ന് കുറെ നെവിന്റെ കുറെ ഫൺ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടെന്നുള്ള സാധനം കിട്ടുന്നതല്ലാതെ വേറെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. പിന്നെ ഇവരുടെയൊക്കെ ഫേവറേറ്റുകൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അബീഷും അതുപോലെ തന്നെ അനീഷിന്റെ അമ്മയും ഷാനവാസിന്റെ പേരാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരെ മറ്റവർ തിരിച്ച് പറയുന്നത് അനീഷിന്റെ പേരാണ്. ഷാനവാസിന്റെ മോളും വൈഫും പറയുന്നത് അനീഷിന്റെ പേരാണ്. അപ്പം അങ്ങനെ അവർ വരുന്നു, ബബായി ഒക്കെ പറഞ്ഞ് എല്ലാവരും മെയിൻ എൻട്രൻസിൽ കൂടെ പോകുന്നു. ദെൻ നോമിനേഷൻ, 9ാം ആഴ്ചയിലെ നോമിനേഷൻ. നിങ്ങൾ പ്രയത്നിക്കാതെയും പ്രയത്നിച്ചും എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. പിന്നെ ബിന്നി ഈ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് ബിന്നി നോമിനേഷൻ ഫ്രീ ആണ്. അപ്പൊ ബിന്നിയുടെ കയ്യിൽ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് ഉണ്ട്, കഴിഞ്ഞ ആഴ്ച കളിച്ച് നേടിയത്. അത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ തീരുമാനിക്കാം, അല്ല കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഫെയർ ആയിട്ട് നിന്ന് കളിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക, കളിക്കുന്ന ആൾക്ക്. ഓക്കെ, ബിഗ് ബോസിന് തന്നെ മനസ്സിലായി, കാരണം ഇവർ തോന്നിവാസം ചെയ്യുന്നു. പിന്നെ ഇന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ, ഇല്ല ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഗ്രൂപ്പ് കളി, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് നല്ല തീരുമാനം, ബിന്നിയുടെ വളരെ നല്ല തീരുമാനം. അടുത്ത് ക്ലോസ്ഡ് നോമിനേഷൻ ആണ്. അനീഷ്, നെവിന്റെയും ഒനീലിന്റെയും പേര്. നെവിൻ ടാസ്കിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല. കഴിഞ്ഞ വീക്കിലി ടാസ്കിന് കൊടുത്തിട്ട് പോലും ചപ്പാത്തി ഉണ്ടാക്കാനും നിലത്ത് കിടന്ന് ഉരുണ്ടും കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോയൊക്കെ കഴിക്കുന്നതാണ് നെവിന്റെ പരിപാടി. ദെൻ ഒനീലിന്റെ പേര് പറയുന്നു. കിച്ചൺ ടീം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, രാജിവെച്ച് പോയി അവിടെ നിന്ന് ബിന്നി. അവിടെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് മൊത്തം ഒരു ഫ്ലോപ്പ് ആയിരുന്നുകൊണ്ട് തണുപ്പൻ ക്യാപ്റ്റൻ ആയിരുന്നു. അടുത്ത് അനുമോള്, സാബുമാന്റെയും ലക്ഷ്മിയുടെയും പേര്. 2 പേരും നന്നായിട്ട് ഇവരെക്കാലം നന്നായിട്ട് കളിക്കുന്നവർ പുറത്തു പോയി. ബിഗ് ബോസ് പറഞ്ഞ ഡിസർവിംഗ് ആയിട്ടുള്ള ആളെന്നല്ലേ, ഇവിടെ ഇവർ ഡിസർവിംഗ് അല്ല, അർഹതയില്ല. അടുത്ത് ആര്യൻ, ആദിലയുടെയും അനുമോളുടെയും പേരാണ് പറയുന്നത്. ആദില ആക്റ്റീവ് അല്ല. പിന്നെ ആദിലയുടെ ഒരു ഗ്രോത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഗെയിം ഡൗൺ തന്നെയാണ്. അനുമോളാണെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യുന്നു, സീരിയസ് ആവേണ്ട സമയത്ത് പോലും കളിതമാശയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീം സ്പിരിറ്റ് ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ആ ടാസ്ക് തൊലച്ചതേ അനുമോളാണ്. അടുത്ത് അക്ബർ, നൂറയുടെയും ലക്ഷ്മിയുടെയും പേരാണ്. നൂറ മൂന്നാറിന് ട്രിപ്പ് വന്ന കണക്കാണ് ഇവിടെ വരുന്നത്, ഒരു ഇമ്പാക്റ്റും ഇല്ല. പിന്നെ ലക്ഷ്മി ആണെങ്കിൽ ഒനീലിന്റെ ആ ഒരു വിഷയമല്ലാതെ വേറെ ഒന്നും തന്നെ ലക്ഷ്മിക്കില്ല. അടുത്ത് ഒനീല്, ലക്ഷ്മിയുടെയും ജിസേലിന്റെയും പേര് പറഞ്ഞിട്ട് ഇത്ര വലിയൊരു എക്സ്പ്ലനേഷനിൽ കറക്റ്റ് കാര്യം പറയുന്നുണ്ട്. ലക്ഷ്മിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല, അന്നത്തെ ഇഷ്യൂവിൽ തന്നെ സ്റ്റക്കായി നിൽക്കാൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇരട്ടത്താപ്പുകാരിയാണ്. ജിഷനും ലക്ഷ്മിയും കൂടെ വന്ന സമയത്ത് ഈ ഷോയിൽ വന്നപ്പോഴത്തേക്കും കുറെ അതും ഇതുമൊക്കെ പറഞ്ഞ് മാറ്റിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് മിണ്ടാതെ അനങ്ങാതെ ഇരിക്കുകയാണ് ലക്ഷ്മി. അടുത്ത് ജിസേലാണെങ്കിൽ സംഭവം ഓരോന്ന് വളച്ചൊടിച്ച് ഇവിടെ ആര്യനുമായിട്ടുള്ള വിഷയം വളച്ചൊടിച്ച് ഫ്രണ്ട്സ് ആണോ അതോ ലവേഴ്സ് ആണോ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആര്യനെ പണിയെടുപ്പിക്കലാണ് ഈ പറയുന്ന ജിസേലിന്റെ പരിപാടി. ആര്യന്റെ കളി നശിപ്പിക്കുകയാണ് ഫേക്ക് ഹ്യൂമാനിറ്റി വെച്ചുകൊണ്ട് ഇവള്.
എന്ന് പറയുന്നു. അടുത്ത ജിസേല് ലക്ഷ്മിയുടെയും നൂറയുടെയും പേരാണ്. ലക്ഷ്മി ആദ്യത്തെ കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ പേഴ്സണലായിട്ട് പോയിട്ട് ഇപ്പോൾ ഒന്നുമേ അല്ല, ഇൻട്രസ്റ്റും ഇല്ലാതിരിക്കുകയാണ് ഗെയിമിലെന്നും. പിന്നെ നൂറയാണെങ്കിൽ ഒട്ടും ആക്റ്റീവും അല്ല, ആദിലയായിട്ട് ഒരു കുട്ടിക്കളി മാത്രമാണ് നൂറയ്ക്ക് ഉള്ളത്. ഷാനവാസ് നെവിൻ്റെയും അനുമോളുടെയും പേരാണ് പറയുന്നത്. നെവിൻ ബോട്ടിൽ ഫാക്ടറി ടാസ്കിനകത്ത് ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ ഒരുമാതിരി പെരുമാറിയാണ് അവനടുത്ത് മാറ്റിയത്. ദെൻ അനുമോള് അവക്ക് കോയിൻ കിട്ടാത്തതുകൊണ്ട് ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയിലാണ് അവൾ നിന്നത്. കാരണം അവൾക്ക് എന്തായാലും കോയിൻ കിട്ടൂല, അപ്പോൾ പിന്നെ ആർക്കും കിട്ടണ്ട എന്നുള്ള രീതിയാണ് അവൾ എടുത്തത്. ആരും ഞാൻ തിന്നേയില്ല തീറ്റിക്കേയില്ല. അടുത്ത് പിന്നീട് ഈ പറയുന്ന പ്രാങ്ക് വന്ന സമയത്തേക്ക് അഭിലാഷും ജിഷിനും കൂടെ ആയിട്ടുള്ള പ്രാങ്ക് വന്ന സമയത്ത് മാപ്പ് സാക്ഷിയായി അനു. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നിട്ട് മാപ്പ് സാക്ഷിയായി. നെവിൻ സാബുമാൻ്റെയും ജിസേലിൻ്റെയും പേര്. സാബുമാൻ ആദ്യം ഒരു ഹൈപ്പിൽ വന്നിട്ട് അഴിച്ചുവിട്ട പട്ടം പോലെയായി. ജിസേല് ഇവിടെ ആല് പൊറോട്ട, പിന്നെ ബിന്നി, ഞാൻ, കിച്ചൺ, ഈ ലോകമാണ് അവൾക്കുള്ളത്. പല പല കാര്യങ്ങളും അവൾ വലിയ കാര്യങ്ങൾ കണ്ണടച്ച് കളയുന്നുണ്ട്. അടുത്ത് ആദില ലക്ഷ്മിയുടെയും ഒനിലിൻ്റെയും പേര്. ലക്ഷ്മി ടാസ്കിലൊന്നും ആക്റ്റീവായിട്ട് കണ്ടിട്ടില്ല, പെർഫെക്റ്റ് ഫിറ്റ് അല്ല ബിഗ് ബോസിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും എന്ന് പറയുന്നു. അടുത്ത് ഒനിയില് ആദില ഒനിലിൻ്റെ പേരും പറയുന്നു. അഭിലാഷിലോട്ട് മാത്രമായിരുന്നു ഒതുങ്ങിയിരുന്നത് ഒനിയില്. ഇപ്പം എന്താ പറയുക, കുരുട്ട് ബുദ്ധി മാത്രമേ അവിടെ ഉള്ളൂ, പക്ഷേ കളിക്കുന്നില്ല. സാബുമാൻ അനുവിൻ്റെയും ആദിലയുടെയും പേരാണ് പറയുന്നത്. അനു ഇവിടെ ഫേവററ്റിസം കാണിക്കുന്നുണ്ട്. വീക്കിലി ടാസ്കിനകത്ത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു. ആദില ടീമായിട്ടിരുന്ന് ഇവിടെ കളിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ നൂറയുടെ കൂടെ വന്നിട്ട് എന്താ അവർ രണ്ടുപേരും രണ്ട് പ്ലേയേഴ്സ് ആണെങ്കിലും അതിനെ അതൊരു അൺഫെയർ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത് ലക്ഷ്മി ആദിലയുടെയും നൂറയുടെയും പേര്. ആദില ടാസ്ക് മനസ്സിലാക്കി ചെയ്യുമ്പോഴത്തേക്കും എന്താ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു രീതി. ആദില ടാസ്ക് മനസ്സിലാക്കി ചെയ്യുന്നില്ല, അനീഷിന്റെ ക്ഷമ പരീക്ഷിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തത്, ഈ പറഞ്ഞ കണക്ക് പ്രതികരിച്ചത്. ഇതേ ലക്ഷ്മിയാണ് അനീഷിനെതിരെ പറഞ്ഞത് ഈ കേസിനകത്ത്. അടുത്ത് നൂറയാണെങ്കിൽ ഫുള്ള് ന്യായീകരിച്ചുകൂടെ നിൽക്കുകയാണ്. ആദില എന്ത് ചെയ്തു കഴിഞ്ഞാലും ടാസ്ക് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. നൂറ ഒനീലിൻ്റെയും നെവിൻ്റെയും പേരാണ്. ഒനീൽ ഇവിടെ എഫർട്ട് ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല, നെവിനും അതുപോലെ തന്നെയാണ്, എഫർട്ട് ഇടുന്നില്ല. ബിന്നി അനീഷിൻ്റെയും ജിസേലിൻ്റെയും പേരാണ്. അനീഷ് ആദ്യഘട്ടത്തിൽ ഭയങ്കര അടിപൊളിയായിട്ട് വന്നു, പിന്നെ ഫ്ലോപ്പ്. ടാസ്കിൻ്റെ ആദ്യഘട്ടത്തിൽ തട്ടിത്തെറിപ്പിച്ച പോട്ടെ, അവസാനം വന്നപ്പോഴും തട്ടിത്തെറിപ്പിച്ചു. പിന്നെ ആദിൽ അവിടെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും അത് അന്നേരം വിഷയം ഉണ്ടാക്കി. പിന്നീട് ലാലാട്ടം വന്നപ്പോൾ നിലപാട് മാറ്റി പറഞ്ഞു. ദെൻ ജിസേൽ കുറച്ച് നാളായിട്ട് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല. ഇതാണ് കാരണങ്ങൾ. അങ്ങനെ നോമിനേഷൻ കഴിയുന്നു. ടോട്ടൽ വോട്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നെവിന് 3 വോട്ട്, ഒനീലിന് 3 വോട്ട്, സാബുമാന് 2 വോട്ട്, ലക്ഷ്മിക്ക് 5 വോട്ട്, ആദിലയ്ക്ക് 3 വോട്ട്, അനുമോൾക്ക് 3 വോട്ട്, നൂറയ്ക്ക് 3 വോട്ട്, ജിസേലിന് 3 വോട്ട്, അനീഷിന് 1 വോട്ട്. ഇതിനകത്ത് ഷാനവാസിന്റെ പേര് ആരും പറയുന്നില്ല, അക്ബറിന്റെ പേര് ആരും പറയുന്നില്ല, ആര്യന്റെ പേര് ആരും പറയുന്നില്ല. പിന്നെ അനീഷിന്റെ പേര് ബിന്നി മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അനീഷ് നോമിനേഷനിൽ വരുന്നുമില്ല. ബിന്നി ക്യാപ്റ്റനുമാണ്. അങ്ങനെ 5 പേര് സേവ് ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ നോമിനേഷനിൽ വരികയാണ്. ആരൊക്കെയാണ് നോമിനേഷനിലുള്ളത്? സാബുമാൻ, അനുമോള്, ഒനീല്, ജിസേല്, നെവിൻ, ആദില, നൂറ, ലക്ഷ്മി. അങ്ങനെ ഇവർ 8 പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ഉള്ളത്. ഇതിനകത്ത് 4 പുറത്തു പോകും, സാബുമാൻ പോകും എന്നാണ് നമ്മൾ ഈ ഇവരുടെ പെർഫോമൻസ് ബേസ് സാബുമാൻ പോകുമായിരിക്കാം. പക്ഷെ വോട്ട് ബേസ് ആൾക്കാർ അവിടെ പിടിച്ച് നിർത്തുമായിരിക്കാം. കണ്ട് തന്നെ അറിയാം. എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. പിന്നീട് ഹസ്ബൻഡ് വരാൻ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.